ഞാൻ മുന്നേ എനിക്ക് അങ്ങനെ പാട്ട് പാടാനൊന്നും അറിയില്ല, ആ. അതിൻ്റെ ഒരു കാര്യം അറിയില്ല. ആ. അപ്പം എനിക്ക് പണ്ടേ പാടുന്നൊരു പാട്ടുണ്ട്, സ്വർണ്ണമുഖിയിലെ പാട്ട്. അത് പാടിയപ്പോൾ ഏട്ടന് ഇഷ്ടമായി, ഏട്ടൻ്റെ അമ്മക്ക് ഇഷ്ടമായി. അപ്പം അതെന്നെ കൊണ്ട് പാടിക്കുമായിരുന്നു. പക്ഷെ ഒന്നും അറിയില്ല, സംഗതികളൊന്നും അറിയില്ല, എന്നാലും പാടാം. ഇഷ്ടമാണ്. സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീതിയിൽ നടക്കുമ്പോൾ സ്വർണ്ണച്ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രിയിൽ മയങ്ങുമ്പോൾ മേ ബി അതിൻ്റെ ഇമോഷണൽ വാല്യൂ എവിടെയോ കുഞ്ഞുമോള് പറഞ്ഞ കുഞ്ഞുമോളുടെ ലൈഫ്, ഈ പാട്ടിലുള്ള പാത്തോസും എനിക്കത് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി ആ സിനിമയിലുള്ള ആ അത്രയും വിഷമമൊന്നും ആയിരിക്കില്ല, ബട്ട് ആ ഇമോഷൻ ആ പാട്ടിന് അങ്ങനെ ഒരു ഇറ്റ് ഹാസ് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അമ്മയുടെ അടുത്ത് പാട്ട് പാടും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ പാട്ട് പാടൂ എന്ന് പറഞ്ഞ് വീട്ടിൽ പാടുകയും ചെയ്തു. നമുക്ക് ലൈഫിൽ ചില സോങ്സ് അതിൻ്റെ ചിലപ്പോൾ മ്യൂസിക് മാത്രമായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ വേർഡ്സ് ആയിരിക്കാം, എവിടെയോ നമ്മുടെ മനസ്സുമായിട്ട് അത് ലിങ്ക് ചെയ്ത് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ വേർഡ്സ് ഒന്നും ഓർമ്മയുണ്ടാവില്ല, മേ ബി ജസ്റ്റ് ദ മ്യൂസിക് ഇറ്റ്സെൽഫ്. ശരിക്കും ദിവ്യക്ക് എവിടെയാണ് അത് തുടങ്ങിയത്, ആ ഒരു കണക്ഷൻ, ഈ പറഞ്ഞ വരികളോടുള്ള ആ ഒരു കണക്ഷൻ? മൈ ലൈഫ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പാട്ടിന് ഭയങ്കര കണക്ഷനാണ്. നമ്മൾ ചിലപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴായിരിക്കും ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം വരുന്നത്, അല്ലേ? വിഷമിച്ചിരിക്കുമ്പം സന്തോഷമുള്ള പാട്ട് കേൾക്കുമ്പോൾ, അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ദിവ്യ വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു സന്തോഷമുള്ള ഇല്ല, അതിനിടയ്ക്ക് മ്യൂസിക്കിന് അങ്ങനെ ഒരു വാല്യൂ ഉണ്ട് എന്നുള്ള റിസർച്ചിന്റെ ഒരു സബ്ജക്ട് തന്നെയാണ്. ഇപ്പോൾ ഡോക്ടർ ബാലമുരളീകൃഷ്ണൻ അദ്ദേഹം റിസർച്ച് ചെയ്തത് മുഴുവനും അസുഖങ്ങൾ എങ്ങനെ മ്യൂസിക് കൊണ്ട് മാറ്റാം എന്നുള്ളത്. ഈവൻ ഇപ്പോൾ നമ്മൾ സാഡ് ആയിരിക്കുന്ന സമയത്ത് ചിട്ടിബാബു സാറിന്റെ കഥന കുതൂഹലം രാഗത്തിലുള്ള മ്യൂസിക്, ആ ജസ്റ്റ് ആ നോട്ട് തന്നെ അതൊക്കെ അത്രത്തോളം നമ്മുടെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാറുണ്ട്. പിന്നെ പാട്ടും പാട്ടിലെ വരികളും എല്ലാം ഷീസ് വെരി ക്ലോസ്ലി അറ്റാച്ച്ഡ് ടു ഇറ്റ്. അതുകൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ അങ്ങനെയൊക്കെ വരും.